वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ഭീഷ്മർ പുഴുവിൻ്റെ കഥ ധർമ്മപുത്രർക്ക് മനസമാധാനത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഗതി എന്ത് എന്ന് നിർണയിക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പുഴുവും വ്യാസനും തമ്മിലുള്ള സംവാദമാണ് പ്രധാന വിഷയം. അതിൻ്റെ പ്രമേയം പ്രാണൻ എല്ലാ ജീവികൾക്കും മറ്റെന്തിനേക്കാളും പ്രമുഖമാണ് എന്നതും. അപ്പോൾ തൻ്റെ പ്രാണന് വേണ്ടി വ്യാസനോട് പുഴു സംവദിക്കുകയാണ്. സാർ, ഇതൊക്കെ പറയുമ്പോൾ വ്യാസൻ അവിടെ ഉണ്ട് അല്ലേ? ഈ കഥ പറയുമ്പോഴൊക്കെ വ്യാസനോട് വ്യാസനോട് കൃഷ്ണൻ്റെ കൂടെ ഇരിക്കുകയാണ്. വ്യാസനുണ്ട്, കൃഷ്ണനുണ്ട്, പാണ്ഡവന്മാരുണ്ട്, അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ വ്യാസൻ്റെ സാന്നിധ്യത്തിലാണ് ഈ കഥ പറയുന്നത്. ഈ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു. ആ ഗീതയുടെ ഒരു പ്രായോഗിക വിശദീകരണമാണോ ഈ കഥകളൊക്കെ? കഥകളെല്ലാം മിക്കവാറും എല്ലാ കഥകളിലും ഇതിൻ്റെ ഈ നിഷ്കാമകർമ്മം ചെയ്ത ഏതെങ്കിലും ഒരാളിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൻ്റെയോ ഒരു മിന്നലുണ്ടായിരിക്കും. മന്ത്ര രൂപത്തിലുള്ളതിനെ കഥാരൂപത്തിലേക്ക്, ആശയരൂപത്തിലുള്ളതിനെ കഥാരൂപത്തിലേക്ക് മാറ്റുകയാണ് ഇവിടെ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥ കൗരവ പാണ്ഡവരുടേതാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഇതിൽ പ്രതിപാദിക്കുന്ന എല്ലാ കഥകളിലും ഒരു ധർമാധർമ്മ സംഘർഷമുണ്ട്. ആ ധർമാധർമ്മ സംഘർഷത്തിൽ ധർമ്മം ജയിക്കുന്ന രീതിയിലാണ് എല്ലാ കഥകളും ആഖ്യാനം ചെയ്ത് ഒപ്പിച്ചിരിക്കുന്നത്. ഈ വെറുതെ ഒരു പുഴുവിൻ്റെ കഥയാണെങ്കിലും വളരെ അധാർമികനായിരുന്ന ഒരു വ്യക്തി ചെയ്ത വളരെ തുച്ഛമായ ഒരു ധർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് പുഴുവായിട്ട് ജനിക്കുന്നതും ആ പുഴുവായിട്ട് ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അമ്മയെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് ഒരു നന്മ ചെയ്തതുകൊണ്ട്. അങ്ങനെ ഒരു നന്മ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇതേ ഉള്ളൂ, പിന്നെ പഴയ ജന്മത്തെക്കുറിച്ചുള്ള സ്മരണ കിട്ടി. അപ്പോൾ ആ ജന്മത്തിലും അദ്ദേഹത്തിന് വ്യാസന പരിചയം ഉണ്ടായിരുന്നു. അല്ല, മാതൃസേവനം അത്രമാത്രം മഹത്തരമാണെന്നുള്ള സൂചനയുമുണ്ട് അക്കൂട്ടത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒറ്റ കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിലും താൻ ധാർമ്മികത പുലർത്തിയിരുന്ന ആളാണ് എന്ന് ഇപ്പോൾ പുഴുവായിട്ട് ജനിച്ച് ഓടി വരുന്ന തേരിനെ പേടിച്ച് റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന, പാതയ്ക്ക് നടുക്ക് നിൽക്കുന്ന ഇദ്ദേഹത്തിന് അവകാശവാദമൊന്നുമില്ല. അല്ല, ദുഷ്ടവൃത്തി ചെയ്തിട്ടുമുണ്ട്, ഉണ്ടെന്ന് സമ്മതിച്ചാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഇതൊഴിച്ച് ഈ മാതൃസേവനം ഒഴിച്ച് ബാക്കിയല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതേയില്ല. ഒന്ന്, തൻ്റെ പുഴുത്വമായിരിക്കും ഒരു കാരണം. ഒരു പുഴു ഞാൻ പണ്ട് അനന്തനായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഇത് പറയുന്നത് വ്യാസനോടായതുകൊണ്ട് നുണ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നുണ പറഞ്ഞ് അത് വിശ്വസിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ അങ്ങ് പറയാം. പക്ഷേ ഈ സംഭവം പിന്നെ ഭീഷ്മരെ ഓർത്തിരുന്ന് പറയുന്നുവെങ്കിലും വ്യാസൻ ഇത് മറന്നുപോയി കാണുക ഇല്ല. വ്യാസൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. അതിന് പറ്റിയൊരു സന്ദർഭം വന്നപ്പോൾ ഈ കഥ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൂട്ടത്തിൽ ഭീഷ്മർക്കും അറിയാം. അപ്പോൾ ഈ സർവജ്ഞൻ ആണ് വ്യാസൻ എന്ന് പറയുമ്പോഴും അദ്ദേഹം ചില സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചില സമയത്ത് പ്രത്യക്ഷപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. ഈ 100 മക്കളെ ഗാന്ധാരി പ്രസവിച്ച ബൃഹത്തായ മാംസഖണ്ഡം ഛേദിച്ച് 100 മക്കളെ ഉണ്ടാക്കി അത് എയർ ടൈറ്റായിട്ട് മൂടി വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഗാന്ധാരി വളരെ ദയനീയമായി
ഇദ്ദേഹത്തെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരു പെൺകുഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ ഉം, ഉം. എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിനക്ക് പെൺകുഞ്ഞിനെ വേണമെന്നൊന്നും ചോദിക്കുന്നില്ല. ഈ നോട്ടം കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. ഇപ്പം നമ്മളാണെങ്കിൽ എന്താ നീ നോക്കുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കും. ഇത് ഇദ്ദേഹത്തിന് ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പരഹൃദയങ്കിത ജ്ഞാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുഞ്ഞിനെയും കൂടി സൃഷ്ടിച്ചു കൊടുത്ത് ആ പെൺകുഞ്ഞിനെയാണ് ഈ വൃത്തികെട്ടവന്മാരിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനായ ജയദ്രഥനെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ദുര്യോധനൻ ശഠിച്ച് ഇനിയിപ്പോൾ ആരെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ടൊരുത്തിന് വന്നെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെച്ചപ്പെട്ട ആളുകൾക്ക് വരാൻ സൗകര്യം കൊടുക്കാതെ ഇവനിൽ തന്നെ ഉറപ്പിച്ച് വിവാഹം കഴിച്ചു കൊടുത്ത് ഇവനെപ്പോലെ ഉത്തമനായിട്ട് മറ്റൊരാളില്ല എന്ന് അദ്ദേഹം എല്ലാവരോടും എല്ലാവർക്കും ഒരു സമ്മതി പത്രം അദ്ദേഹം തന്നെ കൊടുത്തു. ഇവനാണ് ഏറ്റവും യോഗ്യനായ ഒരുത്തൻ. അങ്ങനെയാണ് സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിനൊരു കാരണം ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചോളും, അച്ചുവെട്ടി അതാണ്, വേറെ ഗതിയില്ല. അല്ല ഇല്ല, അതാണ്. ആകെ ഒരു ചെറിയ രാജ്യമാണുള്ളത്. ആ ചെറിയ രാജ്യം ഇവരുടെ കീഴിലാണ്. അച്ഛനായിരുന്നു അവിടുത്തെ രാജാവ്. അച്ഛന് പിന്നീട് തപസ്സിന് പോയി. അപ്പം ഈ തപസ് പൂർണ്ണമായാൽ ഇദ്ദേഹത്തെ കൊല്ലാൻ സാധ്യമല്ല. ഇയാൾക്ക് അമിതമായ ദീർഘായുസ് ഉണ്ടാവണമെന്നതാണ്. അച്ഛൻ്റെ പേര് വൃദ്ധക്ഷത്രൻ എന്നാണ്. അപ്പം അങ്ങനെ ഒരു ദീർഘായുസ് ഉണ്ടാകുന്നതുകൊണ്ട് ഇദ്ദേഹം വനത്തിൽ പോയിരുന്ന വാനപ്രസ്ഥം അനുഷ്ഠിക്കുകയും മകന് വേണ്ടി മകൻ്റെ ആയുർവൃദ്ധിക്ക് വേണ്ടി തപസ് ചെയ്യുകയാണ്. ആയുർവൃദ്ധിക്ക് വേണ്ടി തപസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹം മരിക്കാവുന്നതാണ്. മരിക്കാന്ന് വെച്ചാൽ വധിക്കപ്പെടാവുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൽസ്വഭാവി ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സ്വഭാവത്തിൻ്റെ ഒരു ഔന്നത്യം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആളുകൾ കയറി വധിച്ചു കളയാം. ഇയാൾക്ക് പിന്നെ ജയദ്രഥൻ എന്ന് പേര് വരാൻ കാര്യം എന്താ? ജയദ്രഥൻ ഈ തേരോടിക്കുന്നതിൽ വലിയൊരു മിടുക്കനാണ്. അതിൽ ചില മത്സരങ്ങളിലൊക്കെ തേരോട്ട മത്സരങ്ങളുണ്ട്. ഈ രാജകുമാരന്മാർ തമ്മിലുള്ള ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പാടത്ത് ജലം വറ്റി ഉണങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് യജ്ഞം നടത്തുന്നത്. അപ്പോൾ യജ്ഞത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള കളികളും പലതരത്തിലുള്ള വൈജ്ഞാനിക മത്സരങ്ങളും. ഇപ്പോൾ ഏറ്റവും പൊക്കം കൂടിയ ആളിൻ്റെ പേരെന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇന്ന് കാണുന്ന പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ, അവരുടെ വിവരം പരിശോധിക്കുന്ന ധാരാളം ടെസ്റ്റുകൾ, പിന്നെ പ്രസംഗ മത്സരം, ശ്ലോകത്തിന് എത്ര തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ശ്ലോകത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. ആ വ്യാഖ്യാനങ്ങളാണ് പിന്നീട് വക്കാണങ്ങളായിട്ട് വ്യാഖ്യാതാക്കൾ തമ്മിൽ തർക്കിച്ച് അവസാനം വക്കാണമായി പിന്നെ കഴുത്തിന് പിടിച്ചാണ് അവസാനം. അപ്പോൾ അതിൻ്റെ അധ്യക്ഷന്മാർ കയറി രണ്ടുപേരെയും ഇടിയിക്കും. അപ്പം ഇങ്ങനെ അതിൽ നിന്നാണ് ഈ വഴക്കം വക്കാണം എന്നുള്ള പ്രയോഗം ഉണ്ടാകുന്നത്. ശരിക്കും വ്യാഖ്യാനമാണ്, വ്യാഖ്യാനത്തിൻ്റെ തൽഭവമാണ് വക്കാണം. ഇങ്ങനെ പലതരത്തിലുള്ള ധൈഷണിക മത്സരങ്ങളും പിന്നെ കായിക മത്സരങ്ങളും എല്ലാം അവിടെ നടക്കും. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ തേര് ഓട്ട മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കണ്ട് ഓടിച്ചെത്തിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരുത്തനാണ് ഇദ്ദേഹം, ജയദ്രഥൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തിക്ക് കാരണം. അങ്ങനെയാണ് ജയദ്രഥൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മറ്റെന്തോ ആണ്, അത് മഹാഭാരതത്തിൽ പറയുന്നില്ല. ഇങ്ങനെ തേരോട്ട മത്സരത്തിൽ തേരോടിച്ച് ആദ്യം എത്തിക്കുന്നവനായതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ജയദ്രഥൻ എന്ന പേരോടുകൂടി അദ്ദേഹം. അല്ല, അങ്ങനെ പറഞ്ഞ ഒരു പേരല്ലായിരിക്കില്ലേ ദുശ്ശളയും? അങ്ങനെ ആരെങ്കിലും പേരിടുമോ അച്ഛനും? അല്ല, ദുശ്ശലൻ്റെ പേരിട്ടതാണ്. അപ്പോൾ ഈ 3 ദിവസം കഴിയുമ്പോൾ ആളെ അയക്കാം. അപ്പോൾ നിന്നെ ഒന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോരും. പിന്നെ നമ്മുടെ വിവാഹം അച്ഛൻ അറിഞ്ഞിട്ട് അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട നീ. അതൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായിക്കൊണ്ട് പിന്നെ അദ്ദേഹം ത്രികാലജ്ഞനാണല്ലോ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി പോകും. എന്നുകൊണ്ട് പിന്നെ ആശാനെ ഈ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കരാറ് പറഞ്ഞിട്ട് ഒരു സന്ധി ഉണ്ടാക്കിയിട്ട്, ഇതായിരുന്നു സന്ധി, ആളെ വിട്ടോളാം, നീ പേടിക്കണ്ട എന്നുള്ളതായിരുന്നു സന്ധി. ആ സന്ധി പാലിക്കാത്തവനായതുകൊണ്ടാണ് ദുഹു പ്ലസ് സന്ധൻ, ദുഷ്യന്ധൻ എന്ന് പേര് വന്നു. അങ്ങനെ ആ പേര് പിന്നെ ദുഷ്യന്തൻ എന്നും അത് ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദു ഉണ്ടെങ്കിലും അതൊരു പോരായ്മയായിട്ട് നമുക്ക് അവിടെ ദുഷ്യന്തൻ്റെ കാര്യത്തിൽ തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം അങ്ങനെ പേരിട്ടത് തന്നെയാണ്, അല്ലാതെ അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടുവന്നതല്ല. പിന്നെ ദുര്യോധനന് സുയോധനൻ എന്നും കൂടി പേരുണ്ട്.
കൃഷ്ണൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, സുയോധന എന്ന് ഈ വിളിക്കുന്നു. കഥകളിലൊക്കെ സുയോധന എന്ന് സുയോധന, പറയും. എന്റെ സുയോധന എന്ന്. അയാള് സു ആയിട്ടുള്ള എന്ന് വെച്ചാൽ സുഷ്ഠു ആയിട്ടുള്ള സുന്ദരമായ യോധനം, ആയോധന കല, യുദ്ധം, അതായത് ധാർമ്മികമായ യുദ്ധവും ചെയ്യും. ഒന്ന്. രണ്ട്, ഈ യുദ്ധത്തിൽ കഴിവതും പ്രത്യേകിച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ നിയമങ്ങൾ പാലിക്കുന്നവനാണ് ദുര്യോധനൻ. അങ്ങനെ ഒരു സവിശേഷത ഉണ്ട് അയാൾക്ക്. ദ്വന്ദ്വയുദ്ധം കുറിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ദ്വന്ദ്വയുദ്ധം കുറിച്ചാൽ മറ്റേ സങ്കുല യുദ്ധമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അത് വെറും ഗുസ്തിയായാലും ശരീരം കൊണ്ടുള്ള ആയോധനമായാലും ശരീരായോധനമായാലും ഗദായുധമായാലും വാളുകൊണ്ടുള്ള പയറ്റായാലും ഏതിലും അതിൻ്റേതായ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നൊരു സ്വഭാവം പുള്ളിക്കുണ്ടായിരുന്നു. പിന്നെ ഒന്ന്. മൂന്നാമത്തേത്, ഒരിക്കലും പരാജയപ്പെടുമെന്ന് തോന്നിയാൽ എൻ്റെ ജീവൻ തന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, നിങ്ങൾ എൻ്റെ ജീവനോടുകൂടി വിടണം എന്ന് അപേക്ഷിക്കില്ല. അതിൻ്റെ ശിക്ഷ കേൾക്കാൻ അടിച്ചങ്ങ് തരട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഇടയ്ക്ക് കയറി കാലുപിടിക്കുക, കരഞ്ഞ കാര്യം നേടാൻ നോക്കുക. ഇനി മേലാൽ ഞാൻ ഈ ഭാരതത്തിലേ ജീവിക്കുകയില്ല, ഞാൻ ഉടനെ തന്നെ ആർട്ടിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ പോവുകയാണ്, തിരിച്ചു വരികയേയില്ല, നിങ്ങൾ എന്നെ എൻ്റെ ജീവനോട് വിട്ടയച്ചാൽ മതി എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുക. ഇതൊന്നുമില്ല. ഇപ്പം ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇവർ പൊക്കിയെടുക്കുമ്പോഴും ദ്വൈപായന ഗംഗാനദിയിലെ ദ്വൈപായന ഹൃദയത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഇവർ ജലസ്തംഭം ചെയ്ത് ജല ആശ്രമമാണ്, ഒരാശ്രമമാണ്. മറ്റേ നമ്മുടെ ഇദ്ദേഹം വരുന്നില്ലേ ചെവനൻ, അത്രയും കാലം ഇദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പായലും ഒക്കെ വന്നേനെ. ഇദ്ദേഹത്തിനെ മീനുകളൊന്നും ഉമ്മ എടുത്ത് അവിടെ അവർ തമ്മിലൊരു സഖ്യം ഉണ്ടായേനെ. ഈ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു രസം ജീവനെ ജീവൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ഒരു ജീവനുള്ള വേറെ എന്തോ ഒരു കോടാലിയാണ് ഈ ഇരിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ സംഗതി. അപ്പോൾ ആ കോടാലിയുമായിട്ടൊരു സന്ധ്യ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവൻ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിട്ട് അവനെ പോയി ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുക, അവനെ ഒന്ന് തലോടുക, അവൻ്റെ ശ്രദ്ധ ഇരിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് തുമ്മുക. ഈ ഊപ്പയൊക്കെ വരുന്ന തുമ്മിയാൽ നമ്മളറിയില്ലെങ്കിലും ചെവനെന്നറിയാം, തുമ്മുക, ചില സ്വസ്തി വചനങ്ങൾ പറയുക. ഇതൊന്നും സാധാരണഗതിയിൽ പുറത്തേക്ക് വരില്ല ഈ ശബ്ദമൊന്നും, അത്ര ചെറിയ ഇതാണല്ലോ ഈ ജീവി. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പോൾ അവനൊരു സ്വസ്തി വചനം പറഞ്ഞു, അവർ കൂട്ടമായിട്ടൊന്നും എല്ലാവരും കൂടി സ്വസ്തി എന്ന് പറഞ്ഞു. അതൊന്നും ഈ ധർണ നടത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് ഇവരിത് പറയുന്നതെങ്കിലും വളരെ കുഞ്ഞൻ ശബ്ദമായതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവരറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെവനന് സൂക്ഷ്മ ശ്രവണ ശക്തിയുള്ള ആളായതുകൊണ്ട് സൂക്ഷ്മ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലാകും. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞു സ്നേഹം കൊടുക്കും. ഈ 10,000 ഊപ്പുകൾ വന്നു നിന്നുകൊണ്ട് സ്വസ്തിവചനം ചെല്ലുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞു സ്നേഹം കൊടുക്കും. ഇപ്രകാരം വലിയ ഒരു സമൂഹമായിട്ട് മത്സ്യ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നവനായിട്ട് വേറെ ഏതോ രാജ്യത്ത് നിന്ന് ചെന്ന് അതിഥിയായിട്ട് ജീവിക്കുന്ന ഒരാളുടെ മട്ടിൽ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചവനൻ. അതിൻ്റെ രസം അനുഭവിച്ചു. ഇത് ദുര്യോധനന് സാധിക്കും. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തെ കുത്തിപ്പൊക്കി വെളിയിലെടുത്തു. അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഇദ്ദേഹം പായലും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് പായലും ശരീരം നിറച്ച അട്ടയും അവിടെ ഇരുന്ന് ആരും കാണത്തില്ല, ആരും കാണില്ല. അപ്പം അങ്ങനെ വരാനാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇവന്മാരെ തകർക്കാനാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ പിറ്റേ ദിവസം തന്നെ ചെന്നിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് കുത്തിപ്പൊക്കി എടുത്തിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഈ 5 പേരിൽ നിന്ന് ആരെ വേണമെങ്കിലും യുദ്ധത്തിന് വിളിച്ചോളൂ. ഭയങ്കര അവധാനമാണ് പറഞ്ഞത്. ഒരു അത്യുത്സാഹത്തിലും ഒരു അത്യാനന്ദത്തിലും ധർമ്മം പറഞ്ഞാണ്. സഹദേവനെ മറ്റേ വിളിച്ചിരുന്നു, ഒരടിക്കാൻ വേണ്ടി തന്നെ വിളിച്ചില്ല എന്നുള്ളത്
ഭാഗ്യം. അതായത് മര്യാദ. അപ്പൊ ഇങ്ങനെ വിളിക്കാതിരിക്കും. ഒരു ദുർബലനെ വിളിച്ച് ജയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രൂരതയുടെ പൂർണ്ണത അയാൾക്കുണ്ട്. ഇതൊരു ഔന്നത്യമല്ല ഇത്. അല്ല. ഔന്നത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുമായിരുന്നത് കരാർ അനുസരിച്ച്, നിബന്ധന അനുസരിച്ച്, നിങ്ങൾ യുദ്ധത്തിൽ തെറ്റപ്പോൾ രാജ്യം ഞങ്ങൾ പിടിച്ചെടുത്തു, ആ രാജ്യം ഇന്ന് പിടിച്ചു. അതായിരുന്നു ചെയ്യേണ്ടി. അതാണ് ഔന്നത്യമുള്ള ആളിൻ്റെ പ്രവൃത്തി. അത് ചെയ്തില്ല. പക്ഷേ ഈ യുദ്ധം വരുമ്പോൾ തന്നേക്കാൾ ചെറിയ ആളുകളോട്, ശക്തി കുറഞ്ഞ ആളുകളോട് യുദ്ധം ചെയ്യില്ല എന്നൊരു ചിട്ട അദ്ദേഹത്തിനുണ്ട്. ആ ചിട്ട പാലിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ഭീമനെ തന്നെ യുദ്ധത്തിന് അദ്ദേഹം വിളിച്ചത്. ഇവിടെ നമ്മുടെ പുഴുവാശാൻ, ഈ മണിയാശാൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ പുഴുവാശാൻ വ്യാസനോട് പറഞ്ഞു, അതുകൊണ്ട് ഈ ഭൂമി പുലർന്നു പോകത്തക്ക വിധത്തിലുള്ള ഒരു രംഭം കേൾക്കുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ഒരു തേരോടി വരുന്നതാണ്, ഒരു യാത്ര തേര് ഓടി വരുന്നതാണ്. വലവീശാൻ അല്ല, റോഡിൽ കൂടെ പാതയിൽ കൂടെ തേരോടി വരുന്നു. തേരിനകത്ത് ആളുകൾ സഞ്ചരിക്കുന്ന വലിയ തേരോടി വരുന്നു. അപ്പൊ പുഴുവിന് ഇങ്ങനെ വലിയ ശബ്ദമായിട്ട് തോന്നുന്നു. വലിയ ശബ്ദം, ഭൂമിയെ വിണ്ട് കയറാൻ പോകുന്നത് പോലത്തെ വലിയൊരു ശബ്ദമായിട്ട്, ഇടിവെട്ട് പോലത്തെ ഒരു ശബ്ദമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ആര്? ശ്രീമാൻ പുഴുച്ചേട്ടൻ. അപ്പോൾ പുഴുവേട്ടൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എത്രയും വേഗത്തിൽ മാറട്ടെ. എവിടെ നിന്നോ ഏതോ കാലന്മാര് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ റോഡിൻ്റെ പാതയുടെ നടുക്ക്, വീതിയുടെ നടുക്ക് എത്തിപ്പോയി. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അതിപ്പോൾ നീ ഇങ്ങേറ്റത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി വന്ന് പോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എടുത്ത അരികിലേക്ക് വെച്ച് രക്ഷിക്കാമെന്ന് വ്യാസൻ വിചാരിക്കുന്നുമില്ല ഈ പുഴുവിനെ. അല്ല, അതിന്റെ വിധിയെ പറ്റി അറിയാം. ഇത് പോകുന്നുള്ള. അതെ. അപ്പോഴേക്കും വണ്ടി അടുത്ത് വരികയും റോഡിൽ നടക്ക് വെച്ച് പുളി ചമ്മന്തിയായി. അങ്ങനെയായി. പിന്നെ ഈ ഇദ്ദേഹത്തിന് ഇവൻ ഇങ്ങനെ അറിഞ്ഞു പോയെങ്കിലും വ്യാസൻ സംസാരം തുടരുകയാണ്. കാരണം അവൻ്റെ ആത്മാവിനോടാണ് പിന്നെ പുള്ളി സംസാരിക്കുന്നത്. അവൻ്റെ ശരീരത്തിന് അകത്ത് ഈ മറ്റേ ഇതുണ്ടല്ലോ, പ്രോട്ടോണിൻ്റെ അത്രയും തൂക്കത്തിൽ ഇത്തിരി ഒരു ആത്മാവിനുണ്ട്. ആ ആത്മാവിനോടാണ് പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അക്കൂട്ടത്തിലാണ് നിനക്ക് എന്തായാലും എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാൻ സാധിച്ചത് നിനക്ക് ഭാഗ്യമായി. കാരണം ഞാനത് കണ്ടുവല്ലോ. എന്നെപ്പോലെ ഒരാൾ നിൻ്റെ മരണം കണ്ടു എന്നത് നീ നിൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചതിൻ്റെ ഗുണഫലത്തിൻ്റെ അനുഭവമായിട്ട് കണ്ടോളണം. നീ അവിടെ വന്നിരുന്ന ചില അതിഥികളുണ്ട്, അവരെയും കൂടി നീ പൂജിച്ചിരുന്നെങ്കിൽ, അതും പൂജിക്കേണ്ടുന്ന തരത്തിലുള്ള അതിഥികൾ അവിടെ വന്നിരുന്നു, അവരെ നീ പൂജിച്ചില്ല. അവരെയും കൂടി സന്യാസിമാർ ചെന്നിരുന്നു, അവരെയൊക്കെ ഓടിച്ചു. കാരണം പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള. അതിപ്പോൾ പലിശയ്ക്ക് കൊടുക്കലാണെങ്കിലും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. മുനിമാരെ ആശ്രമത്തിൽ പലിശയ്ക്ക് പണം കടം കൊടുത്ത് ജീവിച്ചാലും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കി ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകളായിട്ടാണ് അദ്ദേഹം മുനിമാരെ കാണുന്നത്. അതുകൊണ്ട് മുനിമാർ ചെന്നപ്പോഴും അവരെ പൂജിക്കുകയുണ്ടായില്ല. അവരെ പൂജിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ സമയത്ത് ഈ തേര് കയറി അരഞ്ഞ് മരിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ഇവൻ്റെ ശരീരത്തിൻ്റെ പിടച്ചൽ തീർന്നു വരുന്നേ ഉള്ളൂ. ഈ റോഡിൽ ചതഞ്ഞറിഞ്ഞു പോയ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ അവിടെ കിടന്നിങ്ങനെ പിടച്ചുകൊണ്ട്, ജീവൻ പോയെങ്കിൽ തന്നെയും അവിടെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയാണ് ഈ ആത്മാവിങ്ങനെ ഖേദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മരണം നിനക്ക് വരുമായിരുന്നില്ല. എന്നാലും ഞാൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിനക്കതിൻ്റെ ഗുണമുണ്ടാകും. എന്താണ് നിനക്ക്? നിൻ്റെ ജന്മങ്ങൾ ഞാൻ കുറച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവൻ ഈ പുഴുവിൻ്റെ അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ മരമായിട്ടായിരിക്കും ജനിക്കാൻ പോകും, ഏതെങ്കിലും മരത്തിൻ്റെ വിത്തായിട്ടായിരിക്കും. പിന്നീടത് വളരെ ഇലവ് പോലെയൊക്കെയുള്ള മരങ്ങളാണെങ്കിൽ 5000 വർഷമൊക്കെയാണ് അത് ജീവിച്ച് നിൽക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ എന്തെങ്കിലുമായിട്ട് ചരിക്കുന്ന വസ്തുവായിട്ട് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ അടുത്ത ജന്മത്തിൽ നിൻ്റെ മറ്റെല്ലാ ജന്മങ്ങളും ഞാൻ കുറച്ച് തന്നിട്ട് അടുത്ത ജന്മത്തിൽ നീ ഒരു ക്ഷത്രിയ രാജകുമാരനായി ജനിക്കും.
അപ്പോൾ അദ്ദേഹം വ്യാസനോട് പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹത്തിന് നന്ദി, എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എന്താണെങ്കിലും എനിക്ക് അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടല്ല. ശരിക്കും എനിക്ക് അമ്മയോട് സ്നേഹം, അല്ലാതെ പുള്ളി ഭാഗവതം വായിച്ച് മാതൃധർമ്മം വായിച്ച് പഠിച്ച എൻ്റെ മനുസ്മൃതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്മൃതി ഗ്രന്ഥങ്ങളിലുള്ള അമ്മയെ എപ്രകാരമാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഭരണഘടന വായിച്ച് പഠിച്ചിട്ടല്ല ഇത് ചെയ്തത്. അമ്മയോട് വലിയ സ്നേഹമായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ അമ്മയെ ജീവിച്ചു മരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് എല്ലാ ദിവസങ്ങളിലും രാവിലെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കും. അത് വേണമെന്നില്ലായിരുന്നു, എന്നാലും അദ്ദേഹം അമ്മയ്ക്ക് കൊടുത്തിട്ടേ അദ്ദേഹം കഴിക്കും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പിന്നീട് കഴിക്കാനുള്ളതും ആവശ്യമുള്ളതും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട്, എന്നുവെച്ചാൽ അമ്മ എഴുന്നേറ്റ് പോയി കഴിക്കരുത്, എന്നുവെച്ചാൽ അമ്മയ്ക്ക് എത്രയും വേഗം നടക്കാതെ ആവണമെന്നുള്ള മറ്റായിരിക്കും ഉള്ളിലുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് പോയി കഴിക്കേണ്ടാത്ത വിധത്തിൽ ഇതെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാണ് അദ്ദേഹം. പിന്നെ ഉച്ചയ്ക്ക് ഈ പണം കടം കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം ഓടി വരും ഭക്ഷണം കൊടുക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും. ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു തൃപ്തിയാണ് അങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അമ്മയുടെ പേരൊന്നും പറയുന്നില്ല. വൈകുന്നേരം അതുപോലെ തന്നെ. പിന്നെ അമ്മ ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാറുള്ളൂ. ഉറങ്ങും. അമ്മയ്ക്ക് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട്, ഫാൻ എന്ന് വെച്ചാൽ അന്നത്തെ ഫാൻ, ഒരിടത്തിരുന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോഴേക്കും ഈ പലക, നേരിയ ആ പലക കൊണ്ട് ഈ കട്ടിലിൻ്റെ വീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിശറിയുണ്ട്. അപ്പോൾ അത് വലിക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ആടിയിട്ട് കാറ്റ് വന്നുകൊണ്ടിരിക്കും. ആ കാറ്റും ഒക്കെ കൊണ്ട് അമ്മ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി വെളുപ്പിനെ വെളുപ്പിച്ച് പല്ല് തേച്ച് ഇതെല്ലാം നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നിത്യേന ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് എന്നെ കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് ഒരു തരത്തിലുമുള്ള സന്ദർഭം നിൻ്റെ മറ്റ് സ്വഭാവം വെച്ച് കിട്ടുമായിരുന്നില്ല. ഗുരുക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു അമ്മയാണ്. അമ്മ കഴിഞ്ഞിട്ടേ ഗുരു ഉള്ളൂ എന്നും കൂടി വ്യാസൻ, ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമതിയാണ് അല്ലേ അമ്മ. അങ്ങനെ പറഞ്ഞ അദ്ദേഹം അടുത്ത ജന്മത്തിൽ ഒരു ക്ഷത്രിയ കുമാരനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പോകുന്നത്. അടുത്ത ജന്മത്തിൽ ഇവൻ ക്ഷത്രിയകുമാരനായിട്ട് ജനിക്കുകയും ഇതുപോലെ തന്നെ വ്യാസനെ കണ്ട് എത്തുകയും ചെയ്തു. ഇപ്പോൾ വ്യാസൻ ഗംഗാനദിയുടെ തീരത്തൂടെ പോവുകയായിരുന്നു. അപ്പോഴേക്കും ഇദ്ദേഹം അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കി അക്കരെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കരാചാര്യ പത്മപാദനം അല്ലാഞ്ഞതുകൊണ്ട് ഇക്കരയിലേക്ക് വിളിച്ചില്ല. വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പത്മപാദൻ എന്ന് പേര് വന്നതിനെ. അതിനുള്ള സന്ദർഭം കിട്ടിയില്ല. വ്യാസൻ അല്ല, അയാൾക്ക് അങ്ങനെ പത്മപാദനാവാൻ സാധിക്കില്ലായിരിക്കും, അത്രയും ക്ഷത്രിയ. പക്ഷെ വ്യാസന്റെ ശക്തി കൊണ്ട് സാധിക്കുമല്ലോ. ഇയാൾ നടക്കാൻ ഒരുങ്ങിയാൽ വ്യാസന്റെ ശക്തി പ്രവർത്തിക്കും. എന്നാൽ അദ്ദേഹം അക്കരെ നിന്ന് ഇക്കരയിലേക്ക് നോക്കി ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു, മറ്റേ അരിഞ്ഞുപോയ പുഴു അല്ലേ നീയേ? അതെ. അപ്പുറത്ത് പാലത്തെ കൂടി കയറി ഇപ്പുറത്ത് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശ്രമത്തിലേക്ക് പോയില്ല, ആശ്രമത്തിൻ്റെ പരിസരത്തിരുന്ന, വ്യാസൻ്റെ ആശ്രമമല്ല, എൻ്റെ പരിസരത്തിരുന്ന് ഇവർ തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് പിന്നീട്. അത് വ്യാസകീട സംവാദം എന്നാണ് അതിൻ്റെ. അല്ല, അപ്പോഴത്തേക്ക് ക്ഷത്രിയനായിട്ടില്ലേ? ക്ഷത്രിയനായി. പക്ഷെ അതല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് ഈ സർവജ്ഞതയുള്ള ഒരു മഹാബ്രാഹ്മണനാവണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് വേറെ ജന്മം കഴിയുമ്പോൾ അങ്ങനെ ആയിക്കൂടെ, അങ്ങനെ ആവണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത്. അതിനുള്ള ഡയലോഗാണ് നടക്കുന്നത്. അതിനാണ് വ്യാസനെ നമസ്കരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അത് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അതിന് ഒരു ജീവിതം തന്നെ നീ ഹോമിക്കേണ്ടി വരും ബ്രഹ്മജ്ഞാനം സിദ്ധിക്കുന്നതിന്. അതിനൊന്നും നിനക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നിനക്കത് കിട്ടത്തക്ക വിധത്തിൽ ഞാൻ ചില വേലകൾ പ്രപഞ്ച സംവിധാനത്തിൽ വെച്ച് തരാൻ നിനക്ക് വേണ്ടി ചില എളുപ്പ വഴികൾ, കുറുക്ക് വഴികൾ ഞാൻ നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്ത് വയ്ക്കാം. അതനുസരിച്ച് നീ ആയിക്കോളും. ബ്രഹ്മജ്ഞാനം നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ലാത്തതുകൊണ്ട് അത് കൈവരിക്കുന്നതിനുള്ള, അത് പ്രാപിക്കുന്നതിനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ച്
ഞാൻ നടപ്പിലാക്കി തരാം. ഇപ്പോൾ നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെ ധർമ്മം അനുഷ്ഠിച്ചാൽ മതി. ക്ഷത്രിയൻ്റെ ധർമ്മം പരിപൂർണമായി അനുഷ്ഠിച്ചാൽ അത് പ്രജകളെ പരിപാലിക്കുക എന്നത് മാത്രമല്ല ക്ഷത്രിയൻ്റെ ധർമ്മം. സർവജീവ പരിപാലനം ക്ഷത്രിയൻ്റെ വ്യാപകമായ ധർമ്മത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കൊല നടക്കാൻ നീ സമ്മതിക്കരുത്. കാരണം അത് വിചാരണ ചെയ്തിട്ട് വേണം ആ കൊല നടക്കാൻ, ആരാരെ കൊല ചെയ്യുന്നതായാലും. അപ്പോൾ നീ അവരെ നിൻ്റെ സംരക്ഷണ വലയത്തിൽ കൊണ്ടുവന്ന് ആ വധത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് ആ വധം അർഹിക്കുന്നതാണെങ്കിൽ അത് നീയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സർവജീവ സംരക്ഷണമാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. അതനുസരിച്ച് നീ ക്ഷത്രിയൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന് ഉപദേശിച്ചിട്ട് അദ്ദേഹം മറയും.